എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് കഴിഞ്ഞ് വാവറമ്പലം കഴിഞ്ഞ് വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനേക്കാൾ എളുപ്പം ബൈപ്പാസ് വഴി വരുന്നതാണ്. പനാറമയിൽ നിന്ന് റൈറ്റ് കയറി വരുന്നതാണ്. അതിനടുത്തൊരു സ്കൂളിൻ്റെ പനാറമയിൽ കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് തോന്നയ്ക്ക് സ്കൂളിനടുത്ത് ഒരു വീട്ടിനകത്തൊരു മാളത്തിൽ വീടിനടുത്തൊരു മാളത്തിൽ എന്തോ ഒരു അതിഥിയെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. ആദ്യം പറഞ്ഞ് വീട്ടിനകത്തെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് അടുക്കളയ്ക്കകത്തെന്നെല്ലാം പറഞ്ഞാണ് ആദ്യം വിളിച്ചത്. രണ്ടാമത് ഇവിടെ എത്താറായി പറഞ്ഞ് മാളത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാറക്കെട്ടിനകത്തോ ആണെങ്കിലും നമുക്കറിയില്ല, നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. പാറക്കെട്ടിനകത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഇടിയിലൊക്കെ ആണെങ്കിൽ അത് കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് വീട്ടിൻ്റെ പറമ്പും അല്ലെങ്കിൽ ആ മതിലും അല്ലെങ്കിൽ വീടിൻ്റെ ചുവരും ഈ മാളവും തമ്മിൽ 6 അടി വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി നോക്കാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ്, വ്യത്യസ്തനാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ടു വരുന്ന ആളാണ്. പോകാം നമുക്ക് ആ സ്ഥലത്ത്. ഇതാണോ? വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ പഴയ മുത്തശ്ശന്മാരുടെ കുറേ പഴഞ്ചൻ പുരാണങ്ങൾ അല്ലെങ്കിൽ പഴഞ്ചൻ കഥകളുമായിട്ടാണ് ഇന്നത്തെ ആൾക്കാർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, ഈ കമ്പ്യൂട്ടർ യുഗത്തിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫിലും ഒരു മാളത്തിനകത്ത് പാമ്പ് പോയത് കണ്ടിട്ട് ഉടനെ അപ്പുറത്തോ ഇപ്പുറത്തോ ഏതോ വീട്ടിൽ പോയി പശുവിനെ ചാണകം അടിപ്പിച്ച് അതിൻ്റെ ചാണകം കൊണ്ടുവച്ച് ആ പൊത്തടച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഒരു എന്താ പറയുക, അതൊരു മണ്ടത്തരമായൊരു അറിവാണ്. ഒരു കാരണവശാലും പാമ്പും ചാണകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ വളക്കുഴികളിൽ ചാണകം ഉണങ്ങി കിടക്കുമ്പോൾ അതിനകത്ത് പരിച്ചാഴി മാളം ഉണ്ടാക്കുമ്പോൾ ഈ മാളത്തിനകത്താണ് ഉണങ്ങിയ ചാണകത്തിനകത്ത് മാളം ഉണ്ടാക്കി പരിച്ചാഴി അതിനകത്താണ് ചേരയും ഒക്കെ ഇപ്പോൾ മുട്ടയിട്ട് വെക്കുന്നത്. അതിന് പാമ്പും ചാണകത്തിനും യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. പാമ്പിനെ കിടമ്പോൾ ചാണകം കലക്കി തളിക്കുന്നതിലും ഒരർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ഈ ചാണകം വെച്ച് അടച്ച മാവനെ കൊണ്ട് ആ ചാണകം എത്ര മുട്ടയുണ്ടോ നമുക്ക് നോക്കാം. ഒരു തൂമ്പെടുക്കണേ. ഓക്കെ, ഇതല്ലേ ഞാൻ ഈ എഞ്ചി വെട്ടികളായിട്ടെ അല്ലേ? എനിക്ക് തോന്നുന്നത് ഇവർ ഈ ചാണകം വെച്ച് എയർ വിടുന്ന സ്പേസ് അടച്ചപ്പോൾ മിക്കവാറും എയർ കിട്ടുന്ന ഉള്ളിലേക്ക് പോയിരിക്കാം. ഇതിപ്പോൾ നമ്മൾ കുറേ ഇടിച്ചു. ഇനിയും കമ്പിൻ്റെ എൻഡ് അങ്ങ് എത്തുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവഴി കറങ്ങി അങ്ങ് പോകുമെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളൊരു സ്ഥലത്ത് തുടങ്ങിയ മാളം മരത്തിൽ കൂടെ കാരണം ഞാൻ വെച്ച് മരമൊക്കെ മുറിക്കേണ്ടി വരും. നോക്കിയപ്പോൾ ഈട്ടിയും തേക്കുമൊന്നുമല്ല. ഈട്ടിയും തേക്കിനെ മുറിച്ച് നമുക്ക് കൊണ്ടുവരുന്നു, വിറ്റ കാശെങ്കിലും കിട്ടുമല്ലോ. ഇതാർക്കും വേണ്ടാത്ത ഒരു സാധനമുണ്ടെന്ന് കേരളത്തിൽ, റബ്ബർ. പണ്ടൊക്കെ ആൾക്കാരെല്ലാവരും 150-200 കിലോയ്ക്ക് വിലയേണ്ടത് എല്ലാവരും റബ്ബർ വെച്ചു. ഇപ്പോൾ റബ്ബർ അവർക്ക് തന്നെ തലവേദനയായി മാറി. എന്തായാലും ആ റബ്ബറിനെ വലം വെച്ച് ഒരു മാളം പോകുന്നുണ്ടായിരുന്നു. ആ മാളത്തിനകത്ത് എന്തോ ഒരു അതിഥിയെ കാണുമ്പോൾ തോന്നി. എന്തായാലും നോക്കട്ടെ അദ്ദേഹമാണോ. മാളത്തിൽ എന്തോ അതിഥി ഞാൻ കണ്ടതാണ്, പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല. നിങ്ങൾ വീണ്ടും അകത്തേക്ക് മാളം കാണും.
നമ്മളിത്തിരി കഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ കുറച്ചൊരല്പം കഷ്ടപ്പെട്ടുവെങ്കിലും അത്ര വലുതൊന്നും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തിയ അതിഥിയിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹവും വ്യത്യസ്തരൊന്നുമല്ല. 3 വയസ്സ് കഷ്ടി 3 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ചെറിയ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള അതിഥിയാണ് ഇദ്ദേഹം അത്ര വ്യത്യസ്തനൊന്നുമല്ല. കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന, അല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന, സ്പെട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന, കേരളത്തിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. 3 വയസ്സിനടുത്ത് പ്രായമുള്ള ഇദ്ദേഹം മെയിലാണ്, ആണ്. ഈ വർഷം തൊട്ടൊക്കെ മാറ്റി നടക്കേണ്ട പ്രായമായി കഴിഞ്ഞു. അതുമാത്രമല്ല വേറെ പ്രത്യേകതയുള്ളത്, ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അടുത്ത മാസം കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസം തുടക്കമാകുമ്പോൾ പാമ്പുകളുടെ ഇണചേൽ സമയമാണ്. അപ്പോൾ ഇവരിനി ഭക്ഷണം തേടിയിട്ട് മാളത്തിൽ കയറി അടുത്ത ടൈം ഭക്ഷണം തേടാനായി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അവരുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, ഇവരുടെ രീതി എന്ന് പറയുന്നത് ഇണചേലാണ്. നവംബർ, ഡിസംബർ, ജനുവരി ആദ്യം വരെ ഇണചേരുന്ന സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് ഇവയുടെ ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടുള്ള യാത്ര. പിന്നെ ഇപ്പോൾ മറ്റൊരു പ്രത്യേകതയുള്ളത്, എനിക്ക് ഒപ്പിയെടുക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ ഒരു 3-4 ദിവസങ്ങൾക്ക് മുന്നേ ആക്കുളത്തിനടുത്ത് പേപ്പർ മിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടുവന്നപ്പോൾ എന്നെ വിളിക്കുക. അപ്പം മഴയുണ്ടായിരുന്നു, ചെറിയ മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല ടയർഡായ പാമ്പ് ഇങ്ങനെ സഞ്ചരിച്ച് ഇലയിലൊക്കെ തപ്പി നടക്കും. അപ്പോൾ ഞങ്ങൾക്ക് മഴയത്ത് ഇലയിൽ വീണ വെള്ളം, ഈ തുള്ളി നിൽക്കുന്ന ആ വെള്ളത്തെ ഈ പാമ്പ് പോയി ചുണ്ട് അതിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കുടിക്കുന്നത് കാണാൻ കഴിഞ്ഞു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മഴ പെയ്യുമ്പോൾ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മണ്ണ് കഴിക്കാനല്ല, ചൂടെടുത്ത് മാളത്തിനകത്തിരിക്കുമ്പോൾ വെള്ളം ശാന്തിയായിട്ട് അവർക്ക് ശാന്തത നൽകാനായി മഴ താഴേക്ക് വരുമ്പോൾ ആ അതിൽ നിന്ന് വീഴുന്ന മഴവെള്ളം, തുള്ളിയായിട്ട് വരുന്ന മഴവെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പുറത്തേക്ക് വരുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്, പാമ്പിനെ കണ്ടുടനെ ചാണകം വെച്ച് മാളം അടച്ചു. എങ്കിലും അങ്ങനെയാണെങ്കിൽ പണ്ട് ചാണകം വഴിയേ വീടുകളേ ഉള്ളൂ. ചാണകം വഴി വീടിനകത്തൊക്കെ എങ്ങനെയാണ് പാമ്പ് വരണമെങ്കിൽ ചാണകം കണ്ടിട്ട് പാമ്പ് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഇതെല്ലാം കഥകളാണെന്ന് മനസ്സിലാക്കുക. പാമ്പും ചാണകമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്നുള്ള മനസ്സിലാക്കുക. ചവിട്ടിൽ മാത്രമേ ഇവ കടിക്കുന്നു, മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത ജീവിയാണെന്ന് മനസ്സിലാക്കുക. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പരിചയപ്പെട്ട അതിഥി ആയതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ അധികം വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കി എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അല്പം കളക്കേണ്ടി മണ്ണിളക്കേണ്ടി വന്നുവെങ്കിലും അധികം കഷ്ടപ്പെടേണ്ടതില്ല. 1 കിലോമീറ്റർ മാത്രമേ കളക്കേണ്ടി വന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ്. കാരണം എവിടെ പോയാലും പണ്ടത്തെ പണി എനിക്ക് ഓർമ്മ വരും. വെട്ടും കളയിലും മരമുറിപ്പും ഒക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരം ജോലി. അപ്പോൾ അതുകൊണ്ട് ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ജോലി ഇങ്ങനെ തുറന്നു പോയാൽ മതി. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവരുടെ യാത്ര പറഞ്ഞ് ഈ മാമനാണ്, ആൾ ചെങ്കിരിയാണ്, ഒരു വടിയെ കുത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് ഈ കോള് എൻ്റെ നമ്പർ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം.